ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ അപമാനിച്ചതിൽ അറസ്റ്റിലായ ടി.ജി. മോഹൻദാസിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് വഞ്ചിയൂർ കോടതി. CJP പ്രക്ഷോഭകർക്കെതിരായ നികൃഷ്ടമായ പരാമർശത്തിലാണ് ടി.ജി. മോഹൻദാസ് അറസ്റ്റിലായത്. എന്നാൽ വഞ്ചിയൂർ കോടതി ഇപ്പോൾ ടി.ജി. മോഹൻദാസിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അർജുൻ രാജ് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഇന്നലെയാണ് കസ്റ്റഡിയിലെടുക്കുകയും ഇന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഇന്നിപ്പോൾ വൈകുന്നേരമായപ്പോഴേക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നു. എന്താണ് കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ട് പറയുന്നത്? സ്വാതി, CJP സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയതിനാണ് ടി.ജി. മോഹൻദാസിനെതിരെ ജൂലൈ 29-ന് കേസെടുത്തത്. അതിനുശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വൈകിയതിന് വലിയ വിമർശനമുണ്ടായിരുന്നു. ഇന്നലെയാണ് മോഹൻദാസിനെ എറണാകുളത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. അല്പസമയം മുൻപ് ഇപ്പോൾ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നു. അത് മോഹൻദാസിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് വഞ്ചിയൂർ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ടി.ജി. മോഹൻദാസിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഒരു വട്ടം സ്ട്രോക്ക് വന്ന ആളാണ്. അതുകൊണ്ട് ജാമ്യം അനുവദിക്കണം എന്നുള്ള ആവശ്യമാണ് പ്രതിഭാഗം കോടതിയോട് ആവശ്യപ്പെട്ടത്. ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടായിരുന്നു പോലീസ് കേസ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഈ അസുഖബാധിതനാണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം കോടതി അംഗീകരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കലാപശ്രമത്തിന് ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരുന്നത് എന്ന് മാത്രമല്ല, കോടതിയിൽ ഈ ടി.ജി. മോഹൻദാസിനെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള ആവശ്യം പോലീസ് ഉന്നയിക്കുകയും ചെയ്തു. പുറത്തേക്ക് പ്രതി വന്നു കഴിഞ്ഞാൽ അത് തെളിവുൾപ്പെടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, തെളിവുൾപ്പെടെ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സാക്ഷികളെ വാദിഭാഗത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കണ്ടുകൊണ്ട് ജാമ്യം നൽകരുത് എന്നുള്ള ആവശ്യം കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കോടതി അത് അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ടി.ജി. മോഹൻദാസിന് ജാമ്യം അനുവദിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കണ്ടെത്തിയത്. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലും അത്തരമുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കോടതിയിലേക്ക് വരുമ്പോൾ കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനമെടുക്കുന്നു. ശരി അർജുൻ, എന്തായാലും ടി.ജി. മോഹൻദാസിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്.